അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഫുള്ളായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫല്ല, ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ സുബഹി നിസ്കരിക്കാനായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതും ഇക്കാക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് കരുതി മുട്ട പൊരിച്ചതും പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയാണ് ഉണ്ടാക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാർക്കിലേക്ക് നടക്കാൻ പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാനായിട്ട് പോവുകയുണ്ടായിരുന്നു. എന്നും ഇതുപോലെ ഒന്നല്ല കേട്ടോ, ഇന്ന് തൊട്ട് അങ്ങനെ ശീലമാക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എപ്പോഴും ഇങ്ങനെ നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ കിടക്കുന്നതിനേക്കാളും ബെറ്റർ അല്ലേ നടക്കുന്നത് എന്ന് കരുതിയിട്ട് ഇന്ന് ഞങ്ങൾ പാർട്ടിയിൽ പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ എൻ്റെ ചിയ സീഡ്സ് ഞാൻ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രിങ്ക് ഞാൻ വെയിറ്റ് ലോസാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മോനെ എണീപ്പിക്കലാണ് അടുത്ത ടാസ്ക്. പിന്നെ എനിക്കോ ഓനെ ഒന്ന് എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സ്കൂട്ടറൊക്കെ എടുത്തിട്ട് നല്ല ഉത്സാഹത്തോടെയാണ് ഇറങ്ങി പോണത്. പിന്നെ ഞങ്ങൾ നടന്നു പോയിട്ട് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് പുറത്തിറങ്ങുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് സൺറൈസ് കഴിഞ്ഞ ഉടനെ ഉള്ളൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഇളം വെയിൽ കൊള്ളാൻ പറ്റും. അതുപോലെ വിറ്റാമിൻ D3യുടെ പ്രോബ്ലങ്ങളൊക്കെ മാറിക്കിട്ടും. ഇവിടെ ഈ പ്രവാസികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഈ വിറ്റാമിൻ D3യുടെ പ്രോബ്ലം. എന്താണെന്ന് വെച്ചാൽ അത് പുറത്തിറങ്ങാനുള്ള ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ പ്രോബ്ലം. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സുബഹിക്ക് ശേഷം ഈ പുറത്തിറങ്ങൽ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഇങ്ങനെ നിങ്ങൾ പുറത്തേക്കൊന്നും വരാതെ അങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് സുബഹിക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി. നല്ല ഇളം വെയിലും അതുപോലെ തന്നെ മനസ്സിനൊക്കെ സമാധാനം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ പാർക്കിലേക്ക് വന്നപ്പോൾ ഇവിടെ പാർക്കിൽ ഇങ്ങനെ വെള്ളം അടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു രസം കേട്ടോ. പണ്ട് ചായത്തോട്ടത്തിലൊക്കെ ഇതുപോലെ വെള്ളം അടിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ഫീലാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി, കുറച്ച് നേരം മോൻ്റെ ഒപ്പം കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒരുപാട് വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും അധികം ചെയ്യാനൊന്നും നിന്നിട്ടില്ല. കുറച്ച് മൈൻഡ് റിഫ്രഷ്മെൻ്റാണ് മെയിൻ ഫോക്കസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നടന്നു. പിന്നെ തിരിച്ച് വരുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, അതിൻ്റെ ചുറ്റും ഈ ഒരു കൊന്നപ്പൂ പോലെ ഉണ്ട് കാണാൻ. ശരിക്കും ഇത് എന്ത് പൂവാണെന്ന് മനസ്സിലായിട്ടില്ല, കൊന്നയാണോ എന്ന് അറിയില്ല. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യട്ടോ, എനിക്ക് ശരിക്കും അത് മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് റൂമിലേക്ക് വന്ന് പിന്നെ ഇക്കാനെ പറഞ്ഞേക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒരു രാഗിയുടെ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ രാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ്, തേങ്ങ, വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് നമ്മൾ കലക്കി പറഞ്ഞൊരു കടി. നമ്മൾ സാധാ അരിപ്പൊടി കൊണ്ട് സീയപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെയാണ്. അപ്പോൾ അതുപോലെ നല്ല രാഗിയുടെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. പിന്നെ അതുപോലെ ഡയറ്റൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ രാഗി ദോശ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു കടിയാണ് കേട്ടോ ഈ രാഗി ദോശ. അപ്പോൾ പിന്നെ രാഗി ദോശക്കായിട്ട് ഞാൻ കറി ഉണ്ടാക്കുന്നുണ്ട്. കറി ഞാനൊരു ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് സ്പൈസസ് ഒക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് കടുക് വറുത്തിട്ട് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉള്ളൊരു കറിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നാളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ഇക്ക പുറത്തിറങ്ങിപ്പോയി. ഇക്കാക്ക് ബായ് പറയാനായിട്ട് ജനലിൽ കയറി നിൽക്കുകയാണ് കേട്ടോ മോന്. പിന്നെ ഇക്ക പോണതൊക്കെ കണ്ട് അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ നേരത്തെ നീച്ചുകൊണ്ടാണ് തോന്നുന്നത്, പെട്ടെന്ന് ഉറങ്ങിട്ടോ. പിന്നെ അപ്പോൾ എനിക്ക് ഒരുപാട് തിരുമ്പാനുള്ളത് ഞാൻ കണ്ടു. അപ്പോൾ തിരുമ്പാനുള്ളതൊക്കെ ഞാൻ വേഗം എടുത്ത് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് തിരുമ്പാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു, അടിച്ചു വാരൽ, തുടക്കലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം പാടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം മോന് ഉണർന്ന് വരുന്നതിന് മുമ്പ് കുറേ തീർക്കണം. പിന്നെ പാത്രങ്ങൾ ഒരുപാട് കഴുകാണ്ടായിരുന്നു, കിച്ചനൊക്കെ ആ അലങ്കോലയക്കണ്. അപ്പോൾ ആ പണികളൊക്കെ ഞാൻ എളുപ്പം തീർക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. എനിക്ക് ഏറ്റവും വീട്ടിൽ എടുക്കാൻ ഇഷ്ടമില്ലാത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രം കഴുകലാണ്. കുക്ക് ചെയ്യുക, പാത്രം കഴുകുക, ഇത്
എപ്പോഴും ഉള്ളൊരു പണിയായതുകൊണ്ട് ഭയങ്കര മടുപ്പാണ്. നിങ്ങൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമില്ലാത്ത പണി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കൂടുതൽ ആളുകളും പറയുന്നത് കേട്ടിരിക്കുന്നു പാത്രം കഴുകൽ ഭയങ്കര ഒരു മടുപ്പാണ് എന്ന്. പക്ഷെ എപ്പോൾ നോക്കിയാൽ നമ്മുടെ കൈ നനഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണോ എന്ന് തോന്നുന്നു. എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. എന്നാലും നമുക്ക് ചെയ്യല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. എപ്പോഴും നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പാത്രം കഴുകുക എന്ന് പറയുന്നത്. നമ്മളൊരു ചെറിയൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കവിടെ പാത്രം കഴുകാനാകും. പിന്നെ പാത്രം കഴുകാൻ ഇപ്പോൾ എവിടേക്കോ മെഷീനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കണമെന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. എന്തായാലും നമ്മുടെ കണ്ണിലൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കിച്ചണ് നല്ലൊരു നീറ്റായിട്ട് ഫീലാവും. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ടേബിളിൽ വന്ന് നോക്കിയത്. അപ്പോൾ പിന്നെ അതൊന്ന് വൃത്തിയാക്കി. പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചക്കുള്ള പരിപാടിക്ക് ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചപ്പോഴാണ് ബാങ്ക് കൊടുത്തത്. അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ വേഗം ളുഹർ നിസ്കരിക്കാനായിട്ട് വന്നു. അപ്പോൾ നിസ്കരിച്ച് പകുതിയായപ്പോഴത്തേന് മോൻ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുട്ടക്കറിയാണ്. ഈ ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. കറി റോസ്റ്റ് എന്നൊക്കെ പറയാം. നല്ല രസമാണ്. ഇതുപോലെ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കുള്ള കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറും അതിലിടക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ചമ്മന്തി മാത്രം ഞാൻ എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോഴാണ് വാഷിംഗ് മെഷീനത്തത് തിരുമ്പി കഴിഞ്ഞത്. പിന്നെ അതൊക്കെ തോര ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തന്നെ മോനിക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മോനിക്കുള്ള ചോറൊക്കെ വിളമ്പിയിട്ട് കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഓനിക്ക് ചോറ് ഫസ്റ്റ് കൊടുക്കാനായിട്ട് പോയി. ഓനിങ്ങനെ ഇതിൽ ടേബിളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഒറ്റക്ക് കഴിക്കും തോന്നും. പക്ഷെ ഒറ്റക്കൊന്നും കഴിക്കൂല, നമ്മൾ വാരി കൊടുക്കണം. അങ്ങനെ ഓൻ്റെ ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്നൊരു പപ്പായൊക്കെ മുറിച്ച് പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ട് ഞാൻ ഓൻ്റെ കുളിപ്പിക്കലും പിന്നെ എൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പം എന്നാൽ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.